ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ടെറസിലുള്ള ഗ്രോ ബാഗിലെ തക്കാളി ചെടി ആണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റിൽ വാങ്ങിയ 2 തക്കാളി ചെടിയും തൈയും 2 പഴത്തിൻ്റെ തൈയും. അപ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ട് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു. നല്ല പെട്ടെന്ന് തന്നെ വളർച്ച 15 ദിവസം കൊണ്ട് തന്നെ 10 ദിവസമായിട്ടുള്ളൂ. അത്ര വളർന്ന് വഴുതന ലേശം വളർച്ച കുറവാണ്. തക്കാളിയാണ് ഉഷാറായിട്ട് പെട്ടെന്ന് വളർന്നു. അടിപൊളിയായിട്ട് വളർന്നേക്ക് 10-15 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ പൂവ് ഇങ്ങനെ മുടിടൽ തുടങ്ങിയിട്ടുണ്ട്. പൂവിടൽ തുടങ്ങി. ഏകദേശം ഒരു 20 ദിവസമായി. അപ്പോൾ വഴുതന ചെടി കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. പൂക്കളൊക്കെ ഇട്ട് കായ്കളൊക്കെ മുട്ടിടൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി പിന്നെ കോഴിവളം. അത് കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ദിവസം ഒക്കെ കൂടുമ്പോൾ ഒരാഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം കുറേശ്ശെ കൊടുക്കും. പിന്നെ ഈ വളക്കടയിൽ നിന്ന് വാങ്ങിയ ജൈവവളം അത് കുറേശ്ശെ കൊടുക്കും. കിലോ 30 രൂപ ജൈവവളം. എല്ലാം കുറച്ചിട്ടു. വേറെ വളമൊന്നും ഉപയോഗിച്ചില്ല. നല്ല വളർച്ച. ഞാനൊന്ന് 2 തൈ വാങ്ങിയില്ലെങ്കിൽ അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം തോന്നിയൊരു 5-6 തൈ വാങ്ങാനും. പിന്നെ വണ്ടി വിളിച്ച് കൊണ്ടുവരാൻ പറ്റായിട്ടാണ്. ഇപ്പോൾ കായായി തുടങ്ങി. നല്ല ഉഷാറായിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 അതുപോലെ അടിപൊളിയായിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. ഉഷാറാണ്. 2 തരം തക്കാളി ആണ്. 2 തരം. ഒന്ന് ചെറിയ കായുണ്ട്. ഓരോരോ കൊലയിലും 4, 5, 6 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ചെറിയ തക്കാളിയാണ്. ഈ നെല്ലിക്ക ഇത്ര വലിപ്പം ഉണ്ടാകുന്നത്. അതാണ് തോന്നുന്നത്. അതിന് വലിപ്പമൊന്നും കാണുന്നില്ല. ഒന്ന് നല്ലോണം വലുതാകുന്നുണ്ട്. ഒരു മനസ്സിലുണ്ട്. നെല്ലിക്ക തക്കാളി ആണെങ്കിൽ അതിൻ്റെ കൊലയിൽ നല്ലോണം ഉണ്ടാവും. വഴുതന പൂവിട്ട് തുടങ്ങിയിട്ടോ. വഴുതനയിൽ കായും കൊണ്ട് പുറത്ത് അടിയില്ല. പൂവൊക്കെ ഇട്ടെങ്കിൽ 2 കായ് പിടിച്ച് വന്നിട്ടുണ്ട്. പുറത്തടിയില്ല. ഏത് തരാണെന്ന് അറിയില്ല. തക്കാളി നല്ല കൊല കുത്തി ഉണ്ടായിട്ടുണ്ടോ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓരോ കൊലയിൽ 5-6 തക്കാളി പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് അതിനൊന്ന് കുറച്ച് തോര തൈ വാങ്ങിയില്ല എന്നുള്ളൊരു ഖേദമുണ്ട്. ഏതായാലും പിന്നെ അടുത്തൊരു ഇതിൽ നോക്കണം. കുറച്ച് തോര തൈ വാങ്ങണം. ഇത് ഞാൻ കായ് പിടിക്കില്ല എന്നുള്ള സംശയത്തിന് അങ്ങനെ 2 തൈ വാങ്ങി. 2 തൈ നല്ല ഉഷാറായി തക്കാളി പിടിച്ചിട്ടുണ്ട്. ആർക്കും ചെയ്യട്ടോ. ഇതിന് പിന്നെ ഇതിലൊരു വളം കൂടി ചെയ്യാണ്ട്. ഈ കഞ്ഞിവെള്ളത്തിൽ നമ്മളെ ചാരം ഉണ്ടല്ലോ, ചാരം നല്ലോണം കലക്കിയിട്ട് കുറേശ്ശെ പിന്നെ മെറ്റിൽ ഒഴിച്ചു. അത് നല്ലതാണ്. ഏറ്റവും നല്ലൊരു ഇതാണ്. വേറെ കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കണമില്ല. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയും ഈ കഞ്ഞിവെള്ളത്തിൽ ചാരം ഇട്ടിങ്ങനെ കലക്കി കുറേശ്ശെ ഒഴിച്ചിട്ട്